സഖ്യകക്ഷികളുടെ വോട്ടിൽ ജീവിക്കുന്ന പരാന്ന ഭോജിയാണ് കോൺഗ്രസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ചത് സീറോയെങ്കിലും നടിപ്പ് ഹീറോയായിട്ടാണ്. ലോകത്തിന് സഹിഷ്ണുതയും ധർമ്മവും പഠിപ്പിച്ച ഹിന്ദുത്വത്തെയാണ് കോൺഗ്രസ് പരിഹസിക്കുന്നത് എന്നും പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. തുടക്കം മുതൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷം ശ്രമിച്ചു. നടുത്തളത്തിലിറങ്ങിയുള്ള ബഹളം വകവയ്ക്കാതെ 2.5 മണിക്കൂറാണ് പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിച്ചത്. ഹിന്ദു സമൂഹത്തെ അക്രമികൾ എന്ന് വിശേഷിപ്പിച്ച പ്രതിപക്ഷ നേതാവിന് പ്രധാനമന്ത്രി സഭയിൽ മറുപടി നൽകി. ലോകത്തിന് സഹിഷ്ണുതയും ധർമ്മവും പകർന്നു നൽകിയ ജനവിഭാഗത്തെ അക്രമികളായി ചിത്രീകരിച്ച രാഹുലിന് ഈ രാഷ്ട്രം മാപ്പ് നൽകില്ലെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. 131 साल पहले 131 ईयर पहले स्वामी विवेकानंद जी ने शिकागो में कहा था, मुझे गर्व है कि मैं उस धर्म से आता हूं जिसने पूरी दुनिया को सहिष्णुता और वैश्विक स्वीकृति सिखाई है. സനാതന ധർമ്മത്തെ രോഗങ്ങളുമായി താരതമ്യം ചെയ്തു. ഹിന്ദു തീവ്രവാദം പോലുള്ള വാക്കുകൾ കോൺഗ്രസ് ആണ് ആദ്യം ഉപയോഗിച്ചത്. ഹിന്ദുക്കൾക്കെതിരെ ഗൂഢാലോചന നടക്കുന്നതായും പ്രധാനമന്ത്രി സഭയിൽ ഓർമ്മപ്പെടുത്തി. പാർലമെന്റിൽ ഹൈന്ദവ ദേവീദേവന്മാരുടെ ചിത്രം ഉയർത്തിയ രാഹുലിന്റെ നടപടിയെയും പ്രധാനമന്ത്രി വിമർശിച്ചു. ഈശ്വരരൂപം ദർശനത്തിനുള്ളതാണ്, അത് രാഷ്ട്രീയ ലാഭത്തിനായി പ്രദർശന വസ്തുവാക്കരുത്. हिंदू आतंकवाद ये शब्द गढ़ने की कोशिश की थी, इनके साथी हिंदू धर्म को उसकी तुलना डेंगू, मलेरिया ऐसे शब्दों से करें और ये लोग तालियां बजाए, ये देश कभी माफ नहीं करेगा. സഖ്യകക്ഷികളുടെ കാര്യത്തിൽ സീറ്റുകളുടെ എണ്ണം കൂട്ടിയ കോൺഗ്രസിനെ പ്രധാനമന്ത്രി കണക്കിന് പരിഹസിച്ചു. മറ്റു പാർട്ടികളുടെ വോട്ടിൽ കോൺഗ്രസ് വിലസുകയാണ്. 100-ൽ 99 അല്ല, 543-ൽ 99 സീറ്റാണ് കോൺഗ്രസ് നേടിയതെന്ന് മറക്കരുത്. രാഹുൽ ഗാന്ധി സഹതാപത്തിനായി സഭയിൽ ഒരു കുഞ്ഞിനെ പോലെ നിലവിളിക്കുന്നതായി പ്രധാനമന്ത്രിയുടെ പരിഹാസം. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒരു ദളിത് വിരുദ്ധനായിരുന്നു. അതിനാലാണ് ഭരണഘടനാ ശില്പി BR അംബേദ്കർ കോൺഗ്രസ് വിട്ടത്. ജഗജീവൻ റാമിനെ പോലുള്ള നേതാക്കൾ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചതും കോൺഗ്രസിന്റെ ദളിത് വിരുദ്ധ സമീപനം മൂലമെന്നും പ്രധാനമന്ത്രി സഭയിൽ ഓർമ്മപ്പെടുത്തി. बाबा साहब अम्बेडकर ने कांग्रेस की दलित विरोधी, पिछड़े विरोधी मानसिकता के कारण नेहरू जी की कैबिनेट से इस्तीफा दिया था. ജനം, ഡൽഹി.